പക്ഷികൾ കാരണം അല്ലെങ്കിൽ ഈ സംഗതികൾ കാരണം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ട്, നമ്മുടെ അഖീദയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് തആലയാണ് കാര്യങ്ങൾ നിർണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷിയുടെ പറത്തത്തിലോ ഒരു കാക്കങ്ങ് ശബ്ദിച്ചാലോ ഒരു പക്ഷി ഇങ്ങോട്ട് പറന്നാലോ ഒരു പാമ്പ് പ്രത്യക്ഷപ്പെട്ടാലോ ഒന്നും നിങ്ങളെ ഉപദ്രവിക്കാനോ നിങ്ങൾക്ക് വിഷമമുണ്ടാക്കാനോ ഇവകൾക്ക് കഴിയില്ല. ആരാണത് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ജാഹിലിയക്കാരനെ ഇസ്ലാമിന്റെ മുമ്പ് ഏതെങ്കിലും ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി ഒരു ആലിമിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവർ കണ്ടത് മോശമായിട്ടാണ്, അതൊരു മോശമാണ്. ഒരു ആലിമിന്റെ അടുത്ത് വരികയാണെങ്കിൽ നല്ല കാര്യമാണ്, പഠിച്ചു വരികയാണല്ലോ, പോകുന്നത് കണ്ട അവർക്ക് മോശമായിട്ട് തോന്നും, തിരിച്ചു വരുന്ന കണ്ട ഉഷാർ. ഇത് ജാഹിലി വിശ്വാസമാണ്. ഒട്ടകപ്പുറത്ത് കുറെ സാധനങ്ങൾ ലോഡ് കയറ്റി പോവുകയാണെങ്കിൽ അതാണ് മുമ്പിൽ കണ്ടത്, കഷ്ടപ്പാടുന്ന ആ ഒട്ടകത്തിന്റെ ലോഡൊക്കെ ഇറക്കി വെച്ചത് കണ്ടാൽ നല്ല ഉഷാർ. ഇന്നും ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോ ഷിയാ വിഭാഗത്തിന്റെ ഒരു റവാഫ് എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. അവർക്ക് 10 എന്ന് പറഞ്ഞ അക്കം ഭയങ്കര പേടിയാണെന്നാ. അവർ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ 10 ഉണ്ടാക്കൂല, ഒന്നുകിൽ 9 നില അല്ലെങ്കിൽ 11 നില. സുബ്ഹാനല്ലാഹ്. ലിഫ്റ്റിന് 10 നമ്പർ കൊടുക്കുമല്ലോ, വേറെന്തെങ്കിലും നമ്പർ കൊടുക്കും അവിടെ. അവരത് ഭയങ്കര ഗുരുതരാണ്. അവർക്ക് സ്വഹാബത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ 10 പേർ അശറത്തുൽ മുബശ്ശരീൻ ഇവരെ കണ്ടുകൂടാന്ന വിഷയം. സ്വഹാബത്തിലെ 10 മഹാന്മാരായ സ്വഹാബികളെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയ 10 പേരെ കണ്ടുകൂടാ. അതുകൊണ്ട് 10 വേണ്ട. യൂറോപ്പുകാർക്ക് 13 പേരുള്ള ആൾക്കാരുണ്ട്, പടിഞ്ഞാറുകാർ. 13 പറഞ്ഞ അക്കം ഭയങ്കര പേടിയാണ്. ലിഫ്റ്റിനിടൂല, ഒരു ബിൽഡിങ്ങിനിടൂല, ചില ഫ്ലൈറ്റുകൾക്ക് പോലും 13ാമത്തെ റോ എടുത്തു മാറ്റും. 13 വേണ്ട. എന്താ ചെയ്യാ? നമ്പർ 13 ചിലക്ക് ബുധനാഴ്ച പേടിയാണ്. അതൊക്കെ എപ്പോഴും നമ്മളുടെ ചൊവ്വാഴ്ച ഭയങ്കര പേടിയൊന്നും അല്ലേ? ചൊവ്വാഴ്ച ശരിയില്ല എന്നോ, നല്ല ചൊവ്വുണ്ടെന്നാണോ വെച്ചാൽ പോരെ, ചൊവ്വ് ഇല്ലാന്ന് നമ്മളൊക്കെ അല്ലേ? ചൊവ്വക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ കണ്ണൂർ താഴെ ചൊവ്വ മേലെ ചൊവ്വയൊക്കെ അല്ലേ, വല്ല കുഴപ്പമുണ്ടോ? ആരോ വിട്ടത് സ്പേസിൽ നിന്ന് ഫോട്ടോ വന്നു തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ചൊവ്വയിലെ സ്കൂളൊക്കെ. മനുഷ്യന്മാർ ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ആണല്ലേ, മാഷാ അല്ലാഹ്. ചൊവ്വക്ക് കുഴപ്പമൊന്നുമില്ല, ദഹ്ർ അള്ളാഹുവിൻ്റെതാണ്. ലാ തസുബ്ബു ദഹ്ർ. നിങ്ങൾ എന്ത് ചെയ്യണ്ട, കാലത്തെ ചീത്ത പറയരുത്. ഇന്നമാ അന ദഹ്ർ, ഞാനാണ് കാലം. അള്ളാഹു തആല പറയാം, ഞാനാണ് കാലം, കാലത്തെ ചീത്ത പറയല്ലേ. സുബ്ഹി നിസ്കരിച്ചൊരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ, മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ഒരു മനുഷ്യൻ സുബ്ഹി നിസ്കരിച്ച് ഇറങ്ങിയാൽ അവൻ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. ഫലാ തുഖ്സിറുല്ലാഹ മിൻ ദിമ്മത്തിഹി ഷൈആ. അതുകൊണ്ട് നിങ്ങൾ ആ സുബ്ഹി നിസ്കരിച്ച മനുഷ്യനെ പോയിട്ട് ബുദ്ധിമുട്ടാക്കണ്ടേ, ശ്രദ്ധിക്കണേ, അവൻ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനിലാണ്, അള്ളാഹു ഇടപെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കങ്ങനെ ഒരു ചൊവ്വദോഷമൊന്നുമില്ല, ഏത് ദിവസം കുഴപ്പമില്ല. നഹ്സുകളെ സംബന്ധിച്ച് പറയാറുണ്ട്, ഉലമായിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ആ വിഷയത്തിൽ കേട്ടോ. അല്ലാമ സുയൂത്തി പോലെയുള്ള പണ്ഡിതന്മാർ പോലും അതിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ ഒരുപക്ഷം ആലിമീങ്ങൾ ഈ നഹ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താ, മുൻ സമുദായങ്ങളിൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ വന്നിറങ്ങിയ ദിവസം. ഒരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് ഫോർ ദ സേക്ക് ഓഫ് ആൻ എക്സാമ്പിൾ, ദുൽഖഅദ 15 എന്ന് പറയാം. അത് നഹ്സാണ് എന്ന് നമ്മൾ രേഖപ്പെട്ടത് കണ്ട അതിന്റെ അർത്ഥം, ചരിത്രത്തിൽ മുമ്പെപ്പോഴോ അള്ളാഹു ഏതെങ്കിലും ഒരു സമൂഹത്തിന് ശിക്ഷ ഇറക്കിയത് ഈ ദിവസത്തിലായിരുന്നു. അതുകൊണ്ട് ആ ദിവസത്തിൽ പാഠം ഉൾക്കൊള്ളേണ്ട ദിവസമാണ് കേട്ടോ. അന്ന് ചിരിക്കാനും കളിക്കാനും നടക്കല്ലേ, അള്ളാഹിന്റെ അദാബ് ഭൂമിയിലേക്ക് ഇറങ്ങിയ ദിവസമാണ്, അതുകൊണ്ട് ഓർമ്മ വേണേ എന്ന് ചിന്തിപ്പിക്കാനായി നഹ്സ് എന്ന് പറയുന്ന സംഗതി രേഖപ്പെടുത്തപ്പെടുന്നത്. ഒരാൾ പറയും എനിക്ക് വിശ്വസിച്ചുകൂടാന്ന്, ഒരു കുഴപ്പമില്ല, അത് ഈമാൻ കാര്യത്തിൽ പെട്ടതൊന്നുമല്ല. പക്ഷെ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണ്ട, തള്ളി പറയേണ്ട. കാരണം ഒരുപറ്റം ആലിമീങ്ങൾ അങ്ങനെ ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വിഷയമാണത്. എന്താണ്, അള്ളാഹുവിന്റെ അദാബ് ഏതെങ്കിലും സമൂഹത്തിലോ ഏതെങ്കിലും ഭൂമിയിലോ ഈ ദിവസത്തിൽ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതിനിപ്പോ എന്താ, കുഴപ്പമില്ലല്ലോ, നിനക്ക് കുഴപ്പമില്ലെങ്കിൽ വേണ്ട. പക്ഷേ അള്ളാഹുവിന്റെ അദാബ് എന്ന ദിവസമല്ലേ, ഞാൻ ഇന്നൊന്ന് അള്ളാഹുലേക്കൊന്ന് കൂടുതൽ എടുക്കട്ടെ, ഞാനൊന്ന് പൊറുക്കലിനെ ചോദിക്കട്ടെ. അള്ളാഹിന്റെ ദേഷ്യം വന്ന ദിവസമല്ലേ, അള്ളാഹിന്റെ റഹ്മത്തിനെ ഞാൻ ചോദിക്കട്ടെ. ഈ ദിവസം റബ്ബിനോട് കോപിക്കാതിരിക്കാൻ ഞാൻ പരിശ്രമിക്കട്ടെ എന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഈ നഹ്സിന്റെ വിഷയം വരുന്നത്. ചിലതിനെ സംബന്ധിച്ച് ഉണ്ടൊന്നും ഇല്ല എന്നൊക്കെ പറയാം. നമ്മൾ ഡിബേറ്റ് ചെയ്യാൻ പോകണ്ട. ഇസ്ലാമിന്റെ ഭയങ്കര വിശാലമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നതാണ് ഇസ്ലാം. അങ്ങനെ ഒരു കുഴപ്പമില്ല. ഒരാൾ അംഗീകരിക്കില്ല എന്ന് വിചാരിച്ച ഒരു കുഴപ്പമില്ല, നിന്നെ പിടിച്ച് അംഗീകരിപ്പിക്കാനും നമ്മൾ പോകുന്നില്ലേ. ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ ചരിത്രപരമായ ഒരു വസ്തുത ഉള്ള വിഷയമാണ്. അപ്പോ പക്ഷികളുടെ ഈ തവളകളുടെ ശബ്ദം കേൾക്കുന്നത്, അതുപോലെ തന്നെ മൂങ്ങയുടെ ശബ്ദം കേൾക്കുന്നത്, ഇതൊക്കെ വളരെ മോശമാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. മാസങ്ങളെ സംബന്ധിച്ച് ശവ്വാൽ മാസത്തിൽ കല്യാണം കഴിച്ചുകൂടാന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടോന്ന് അറിയില്ല. ശവ്വാൽ മാസം
റമദാൻ കഴിഞ്ഞ അടുത്ത ശവ്വാലേ. അതിനെ തിരുത്തിയത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവര് നബിതങ്ങൾ വിവാഹ ആലോചന ചെയ്തത്, അഖദ് ചെയ്തത് ശവ്വാലിലാണ്. പിന്നെ അവരുമായി ഒരുമിച്ച് ജീവിക്കാൻ, മദീനയിൽ ചെന്ന് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതും ശവ്വാൽ മാസത്തിലാണ്. എന്നിട്ട് ആയിഷ ബീവി തന്നെ ചോദിക്കാറുണ്ട് റളിയല്ലാഹു അൻഹ, അയ്യുകുന്ന കാനത് അഹ്ലാ ഇൻദഹു മിന്നി, എന്നെക്കാൾ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഭാഗ്യം കിട്ടിയവർ ആരാണുള്ളത്? എനിക്കൊരു കുഴപ്പം പറ്റിയിട്ടുണ്ടോ? ഞാൻ ശവ്വാലിലല്ലേ എന്റെ കല്യാണം കഴിഞ്ഞത്, എന്റെ അഖദ് കഴിഞ്ഞത് ശവ്വാലിലല്ലേ, എന്റെ നിക്കാഹ് കഴിഞ്ഞ ശവ്വാലിലല്ലേ, വല്ല കുഴപ്പമുണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മള് എന്ത് ചെയ്യരുത്? മാസങ്ങൾക്കുള്ള അവലക്ഷണം കാണണ്ട, നസ്സുകളുള്ള വിഷയങ്ങൾ സൂക്ഷിക്കേണ്ടവർ എന്ത് ചെയ്യുക? സൂക്ഷിച്ചോട്ടെ. അള്ളാഹുവിലേക്കുള്ള ചൂണ്ടുപലകകൾ, അടയാളങ്ങളെ ബഹുമാനിക്കുന്നത് ഹൃദയത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ടത്, ഹൃദയത്തിന്റെ തഖ്വയുടെ സൂചകങ്ങളാണ്. നമ്മൾ ഇതിന്റെ വിധി എന്താണ്? നമുക്കിങ്ങനെ അവലക്ഷണം കാണാൻ പറ്റുമോ? അതിന്റെ വിധി തൗഹീദുമായി, അള്ളാഹുവിലുള്ള വിശ്വാസവുമായി ബന്ധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് വളരെ ഗൗരവത്തിലാണ് ശർഅ് ഇതിനെ കണക്കാക്കുന്നത്. അത്വീറത്തു ശിർകുൻ, അത്വീറത്തു ശിർകുൻ, അത്വീറത്തു ശിർകുൻ 3 വട്ടം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അതിനർത്ഥം എന്താന്ന് വെച്ചാല്, ഈ ഒരു പക്ഷി ഇങ്ങനെ പറന്നു, ഈ പക്ഷിയാണ് എന്റെ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അല്ലെങ്കിൽ മൂങ്ങ ശബ്ദിച്ചു, ആ മൂങ്ങയുടെ ശബ്ദമാണ് എന്റെ ഈ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഒരു സർപ്പത്തെ കണ്ടു, ആ സർപ്പമാണ് എന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ്. അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തെ മറ്റൊന്നിലേക്ക് ചേർക്കലാണ്. ഇത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ വ്യക്തമായി പറയുന്ന വിഷയവുമാണ്. അതൊരിക്കലും പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് നക്ഷത്രത്തെ സംബന്ധിച്ച് പറഞ്ഞത്. നക്ഷത്രങ്ങളെ നമ്മൾ ഈ അസ്ട്രോളജി, എന്താ വേറെന്തോ വാക്കുണ്ടല്ലോ നമ്മുടെ ഈ നക്ഷത്ര വാരഫലത്തിന്, എന്താ പറയല്, അസ്ട്രോണമി, ആകാശത്തെ കുറിച്ചുള്ള പഠനം, അസ്ട്രോളജി, അസ്ട്രോണമി ഉണ്ട്, ഹോറോസ്കോപ്പ്, അതല്ല പറയാ, ഹോറോസ്കോപ്പ്. അതായത് ഇന്ന രാശിയിലാണ് ഈ മനുഷ്യൻ ജനിച്ചത് വിചാരിച്ച് ഈ സാധു ഇടങ്ങേറായി നടക്കുക. നമ്മൾ ഉലമാ പറയാ, കോടാന് കോടി 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 കിലോമീറ്ററോ മൈലുകളോ പ്രകാശവർഷങ്ങളോ അകലെ കിടക്കുന്ന ഒരു സാധുവായ ഒരു നക്ഷത്രം, ഈ ഭൂമിയിൽ കോടിക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ കൂടെ നടക്കുന്ന ഈ സാധു മനുഷ്യനെ, ഇവനെ മാത്രം ചൂണ്ടിയിട്ട് നിനക്ക് ഞാൻ കുഴപ്പമുണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്ന് വിശ്വസിക്കുന്നതാ ഈ നക്ഷത്രവാരഫലം. ആ നക്ഷത്രത്തിന്റെ സ്വാധീനം ഈ സാധു നക്ഷത്രത്തിനറിയോ? ഈ സാധുയിലേ ഓടി നടക്കുന്നത്. അത് ഇന്നത്തെ ആധുനിക ലോകത്തെ വലിയൊരു അന്ധവിശ്വാസമാണ്. 21-ാം നൂറ്റാണ്ടിലെ സൂപ്പർസ്റ്റിഷൻ. വലിയ വലിയ പത്രക്കാര്, വലിയ വലിയ ചാനലുകാരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ നക്ഷത്രവാരഫലം അതിൽ എഴുതുന്ന ആളുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. മണ്ടത്തരം എഴുതി വിടുക, അത് മനുഷ്യൻ വായിച്ചിട്ട് ഇടങ്ങാറായി കിടക്കുക. സുബ്ഹാനല്ലാഹ്, എന്ത് നോക്കിയാലും പൈസ കിട്ടുന്ന ആൾക്കാർക്ക് പറയാനുള്ളത്. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങൾ അത് വായിക്കാനും പാടില്ല, അത് നോക്കാൻ പോലും പാടില്ല. നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു മാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരാൾ ഒരു കൈനോട്ടക്കാരനെയോ, അറാഫൻ ഔ കാഹിനൻ, ഒരു ഫോർച്യൂൺ ടെല്ലർ, ഭാഗ്യം പറയുന്ന ഒരാളെയോ സമീപിക്കുകയും, നിങ്ങൾ അങ്ങോട്ട് സമീപിച്ചു, അയാൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു, നിങ്ങളത് വായിച്ചു, നിങ്ങളത് നോക്കി, ഇതൊക്കെ പെട്ടു, അത് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു എന്താണോ ഇറക്കി കൊടുത്തത് അതിൽ അവൻ അവിശ്വസിച്ചു. ഇവന്റെ അഖീദ എന്താ? ഞാനിപ്പോ ഇങ്ങനെ ജനിച്ചത് കാരണം ഈ നക്ഷത്രം എന്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, എന്റെ ജീവിതത്തിലെ ഖൈറിനും ഷർറിനും കാരണം ഈ നക്ഷത്രമാണ്. സഹാബത്ത് പറയുമായിരുന്നു, ജാഹിലിയ സഹാബികളല്ല, അസ്തഗ്ഫിറുല്ലാഹ്, ജാഹിലിയ കാലത്ത് അറബികൾ പറയുമായിരുന്നു, മുതിർനാ ബിനൗഇ കദാ, മുതിർനാ ബിനൗഇ കദാ, ഇന്നാലിന്ന നക്ഷത്രത്തിന്റെ രാശി കാരണം നമുക്ക് മഴ കിട്ടി. ഇതിൽ ശിർക്ക് വരുന്നതുമുണ്ട്, വരാത്തതുമുണ്ട്. ഏതെങ്കിലും ഒരു നക്ഷത്രത്തിന്റെ ചലനം ഏതെങ്കിലും ഒരു സംഭവത്തിന് കാരണമായി ഭവിക്കുന്നുവെങ്കിൽ അതിന് കുഴപ്പമില്ല. പക്ഷേ ഈ നക്ഷത്രമാണ് ഇത് ചെയ്യുന്നത്, ഇതാണ് ഈ ചെയ്യുന്ന പ്രവൃത്തി, ഇതിന്റെ പ്രവർത്തനമാണ്, അതാണ് എന്നെ ഇടപെടുത്തുന്നത്, അതാണ് മഴ പെയ്യിപ്പിച്ചത് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്, അത് കുഫ്റാണ്. ഇതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോ നമ്മൾ ഒരു വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ശബ്ദമോ പോക്കോ പറക്കലോ കണ്ടിട്ട് അത് എന്റെ യാത്രയെ മുടക്കും, അത് കാരണം എന്റെ യാത്രയിൽ എന്തെങ്കിലും സംഭവിക്കും, അതാണ് എന്റെ യാത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് വിശ്വസിച്ചാൽ അത് കുഫറും ശിർക്കുമായി ഭവിക്കും. മആദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ അഖീദയെ ഉണർത്തുകയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ അദ്വ വലാ ത്വീറത വലാ ഹാമത വലാ സഫർ ഷഫീഉനാ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ സ്വഹീഹായ പ്രസിദ്ധമായ ഹദീസ, ലാ അദ്വ, പകർച്ചവ്യാധി എന്ന് പറഞ്ഞ സംഗതി ഇല്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്താ പറയുന്നത്? ഡോക്ടർമാർ പറയുന്നുണ്ട്, ഉസ്താദ് പറയുന്നില്ല. നിങ്ങൾ പെട്ടെന്ന് ചാടിക്കുടഞ്ഞു പോവല്ലേ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ലാ അദ്വ, പകർച്ചവ്യാധി ഇല്ല. വലാ ത്വീറത, പക്ഷി ലക്ഷണമില്ല. വലാ ഹാമത വലാ സഫറ, പാമ്പ് ലക്ഷണമോ അതുപോലെയുള്ള കാര്യങ്ങളോ ശകുനം നോക്കലോ ഇല്ല തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് എൻ്റെ അടുത്ത് രോഗിയായ ഒരു മനുഷ്യൻ വന്നിരുന്നാൽ അയാളുടെ രോഗം എനിക്ക് പകരും. ഈ രോഗം പകർത്തുന്നത് ഇയാളും ഇയാളിലുള്ള വൈറസുകളും ഇയാളുടെ രോഗവും എന്നിലേക്ക് വരും. അള്ളാഹുവിന്റെ ഇടപെടലല്ല ഇവിടെ സംഭവിക്കുന്നത്. ഈ രോഗി വന്നാൽ തന്നെ എനിക്ക് രോഗം പിടിച്ചേക്കും, അതുകൊണ്ട് ഞാൻ അടുത്തിരിക്കൂല എന്ന് ചിന്തിക്കുന്നത് കുറ്റകരമാണ്. പക്ഷേ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അന്ന് മദീനയിൽ ഒരു പകർച്ചവ്യാധി ഉണ്ടായപ്പോൾ, വബാ, പ്ലാഗ് രോഗം വന്നപ്പോൾ ഉമർ തങ്ങൾ സർക്കുലർ ഇറക്കി, മദീനയിലേക്ക് പുറം നാട്ടുന്ന ആരും ഇപ്പൊ വരണ്ട, ഈ അസുഖം മാറുന്നവരെ, മദീനക്കാരും ഈ അസുഖം മാറുന്നവരെ മദീനയിൽ നിന്ന് പുറത്തേക്കും പോവണ്ട. അപ്പോൾ ഒരാൾ ചോദിച്ചു, അത്തഫിറു മിൻ ഖദരില്ലാഹി യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് ഓടുകയാണോ? ഇങ്ങനെ അള്ളാഹു വിചാരിച്ചാലല്ലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖദാ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ എന്നതാണ് അവിടെ വിഷയം. ഉമർ തങ്ങൾ പറഞ്ഞു, എന്ത്, പകർച്ചവ്യാധി ഉള്ള നാട്ടിലേക്ക് നിങ്ങൾ പോകണ്ട, ഉള്ള നാട്ടുകാർ പുറം നാട്ടിലേക്കും പോവണ്ട. ഉമർ തങ്ങളുടെ മറുപടി എന്താണെന്നറിയോ? നഫിറു മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ലാഹ്, അള്ളാഹുവിന്റെ ഒരു ഖദറിൽ നിന്ന് മറ്റൊരു ഖദറിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. രോഗത്തെ പ്രതിരോധിക്കുന്നതോ പ്രതിവിധി കണ്ടെത്തുന്നതോ അതിനൊന്നും പ്രശ്നമില്ല, അതൊക്കെ അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ട തന്നെ. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ രക്ഷ തരാം. പക്ഷേ ആ രോഗം സ്വന്തമായി അതാണ് നമുക്കിത് വരുത്തി വെക്കുന്നത് എന്ന് വിശ്വസിച്ചാൽ, എത്ര ഡോക്ടർമാർ വലിയ വലിയ പകർച്ചവ്യാധിയുള്ള ആളുകൾ ചികിത്സിക്കുന്നു, എത്ര ആളുകൾ അവരെ ശുശ്രൂഷിക്കുന്ന നഴ്സുമാർ, അവർക്ക് എല്ലാവർക്കും രോഗം പിടിപെടുന്നുണ്ടോ? ഇല്ല, ചിലക്ക് പിടിപെട്ടേക്കും. അള്ളാഹുവിന്റെ ഒരു തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിപെടും. ഇതതിന്റെ അർത്ഥം. അള്ളാഹു കരുതിയിട്ടുണ്ട്. ഇപ്പോ അടുത്തു പോയിരുന്നവന് പിടിച്ചില്ല എന്ന് വരും, ദൂരെ അടുത്ത് ഒരല്പം അകലത്തൂടെ നടന്നേ പോയിട്ടുള്ളൂ, അയാൾക്ക് ഇത് പിടിച്ചെന്ന് വരും. അടുത്ത് ഇരുന്ന ആൾക്ക് പിടിച്ചില്ല, ദൂരെ പോയവന് പിടിച്ചെന്ന് വരും. അള്ളാന്റെ ഖദാ ആണ്. അത്ര ലാ അദ്വ, രോഗം പകർത്തുന്നത് അള്ളാഹുവാണ്, അതാണ് വിഷയം. ഈ പകർച്ചവ്യാധി വരുത്തുന്നത് അള്ളാഹുവിന്റെ ഇടപെടലാണ്. അള്ളാഹു വിചാരിച്ച എനിക്ക് സംഭവിക്കാൻ പോകുന്നില്ല, ഇതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. എന്ന് വിചാരിച്ച് പകർച്ചവ്യാധി ഉള്ള വാക്കിലുണ്ട് അടുത്ത് പോയിരിക്കണോ? അത് ചെയ്യേണ്ട. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, അത് നിങ്ങൾ ചെയ്യേണ്ട അസ്ബാബുകൾ നിങ്ങൾ സ്വീകരിച്ചോ, നിങ്ങളുടെ വിശ്വാസം ശരിയാക്കുകയും ചെയ്തേക്കണം. ഇടപെടുന്നത് ആരാണ്? അള്ളാഹു ജല്ല ജലാലുഹു ആണ്, അള്ളാഹുവിന്റെ ഇടപെടലാണ്. ലാ അദ്വ വലാ ത്വീറത, പക്ഷി ലക്ഷണം പറയല്ലേ, പക്ഷികളെ കണ്ടിട്ട്, പക്ഷികളുടെ പോക്ക് കണ്ടിട്ട് നിങ്ങൾ അവലക്ഷണം പറയല്ലേ. ഇങ്ങനെ ആ വസ്തുക്കളാണ് ഇടപെടുന്നത്, അള്ളാഹുവിന്റെ ഇടപെടലല്ല എന്ന് വിശ്വസിക്കുമ്പോൾ ഇത് ശിർക്കാണ്. وَإِن يَمْسَسْكَ اللَّهُ بِضُرٍّ فَلَا كَاشِفَ لَهُ إِلَّا هُوَ وَإِن يُرِدْكَ بِخَيْرٍ فَلَا رَادَّ لِفَضْلِهِ يُصِيبُ بِهِ مَن يَشَاءُ مِنْ عِبَادِهِ وَهُوَ الْغَفُورُ الرَّحِيمُ. അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അള്ളാഹു അല്ലാതെ ഈ പ്രയാസങ്ങളെ നീക്കുന്നവനില്ല. പക്ഷെ ദുആ അതിന്റെ കാരണമായിരിക്കും, നിങ്ങൾ ചെയ്യുന്ന സ്വതക്ക അതിന്റെ കാരണമായിരിക്കും, ഒരു മഹാനുഭാവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ കാരണമായേക്കും. പക്ഷെ നികത്തുന്നത് ആരാ? അല്ലാഹു ജല്ല ജലാലുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന്, നബി തങ്ങളെ മഴ വേണമെന്ന് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ റസൂലേ ദുആയിരക്കണം, മഴ വേണം നബിയെ. ഹലകന വഹലകത്തിൽ വഹലക സർഉ യാ റസൂലല്ലാഹ്, കൃഷി നശിച്ചു നബിയെ, മഴ വേണം നബിയെ. മദീനയിലെ മിമ്പറിൽ കിടക്കുന്ന അഷ്റഫുൽ ഖൽഖ് തങ്ങളോടാ ചോദിച്ചത്. തങ്ങൾ മഴ പെയ്യാൻ, അള്ളാഹുവേ മഴ തരണം. മഴ പെയ്തു. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ആകാശത്തൊരു മേഘപടല പോലും ഇല്ലാത്ത ആ നേരത്ത് എവിടെ നിന്നോ അറിയില്ല മേഘങ്ങളൊന്നാകെ കുമിഞ്ഞുകൂടി. ആ ജുമുഅയിൽ ഞങ്ങൾ മഴ നനഞ്ഞുകൊണ്ട് ആ പുരയിലേക്ക് പോയത്. ഒരാഴ്ച നീണ്ട മഴ പെയ്തു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ